പ്രിയപ്പെട്ടവരെ, മനുഷ്യന് രക്ഷപ്പെടുവാൻ നാഥനായ തമ്പുരാൻ ഒരുക്കിയ നിധിയാണ് നമ്മുടെ ഉമ്മ. ഉമ്മയെയും ബാപ്പയെയും മൊത്തം സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും രണ്ടു ലോകത്തും മനുഷ്യന് രക്ഷപ്പെടാൻ അല്ലാഹു സംവിധാനിച്ചതാണെങ്കിലും ഉമ്മയുടെ പദവിയും സ്ഥാനവും പ്രത്യേകതയുമെല്ലാം സവിശേഷമായി തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് നിരവധി ഹദീസുകളിൽ ഉണ്ടെന്നത് സുവിദിതമാണ്. എന്തുകൊണ്ടാണ് ബാപ്പയിൽ നിന്നും വേറിട്ട് ഉമ്മയുടെ പ്രത്യേകതകളും ഉമ്മയുടെ പദവിയുമെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉമ്മമാർ അനുഭവിച്ച പ്രയാസങ്ങൾ, നമ്മുടെ ഉമ്മമാർ തരണം ചെയ്ത വേദനകൾ, നമ്മുടെ ഉമ്മമാർ അവരുടെ ജീവിതത്തിൽ നേരിട്ട ക്ലേശകരമായ അവസ്ഥകൾ, ഇതെല്ലാം കൊണ്ടാണ് ബാപ്പയിൽ നിന്നും വേറിട്ട് ഉമ്മാക്കുള്ള പ്രത്യേകതയും സ്ഥാനമാനങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുവാനുള്ള കാരണം. സർട്ടാവായ അല്ലാഹു വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെയും 15-ാമത്തെയും സൂക്തത്തിലൂടെ നമ്മുടെ ഉമ്മമാർ അനുഭവിച്ച പ്രയാസങ്ങളും വേദനകളും ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും വേദനകളും തരണം ചെയ്തുകൊണ്ട് നമ്മെ ഗർഭം ചുമന്ന് പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മമാരോടുള്ള നമ്മുടെ കടമകൾ എത്രത്തോളമാണ്? ഉമ്മമാരോടുള്ള നമ്മുടെ ബഹുമാനം എത്രയാണ്? ഉമ്മമാരോടുള്ള നമ്മുടെ സ്നേഹം എത്രയാണ്? ഉമ്മമാരോടുള്ള നമ്മുടെ പരിഗണന എത്രയാണ്? ഉമ്മമാർ നമ്മോടൊരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാൻ നമ്മിൽ എത്ര പേരാണ് മുതിരാറുള്ളത്? നമ്മുടെ ഉമ്മമാരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുവാൻ, നമ്മുടെ ഉമ്മമാരെ ബഹുമാനിക്കുവാൻ, നമ്മുടെ ഉമ്മമാരെ അനുസരിക്കുവാൻ ഇന്ന് എത്ര പേർക്കാണ് സാധിക്കുന്നത്? നമ്മുടെ ഉമ്മമാർക്ക്, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ കഴിയുന്ന, കിടപ്പ് രോഗികളായി കഴിയുന്ന ഉമ്മമാരോട് സ്നേഹമസൃണമായ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ നടത്തുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു? അവർക്ക് സ്നേഹാദരവിൻ്റെ ചുംബനങ്ങൾ നൽകുവാൻ നമ്മിൽ എത്ര പേർക്കാണ് സാധിക്കുന്നത്? അങ്ങനെ ഒരു ചുംബനം, സ്നേഹാദരവിൻ്റെ ഒരു ചുംബനം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നൽകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം വലിയ മഹാഭാഗ്യമായി നാം വിലയിരുത്തേണ്ടതാണ്. അത്തരമൊരു ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ